ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ LGS എക്സാമിനോട് അടുപ്പിച്ചിട്ട് കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കുറച്ചൊരു 100 ചോദ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 21ാം സ്ഥാനമാണ്. ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ വിസ്തൃതി എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ 1.18 ശതമാനമാണ്. 1.18. ഇനി കേരളത്തിൻ്റെ അക്ഷാംശീയ സ്ഥാനം എത്രയാണ്? വടക്ക് അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റും 12 ഡിഗ്രി 47 മിനിറ്റിനും മധ്യയാണ്. 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും മധ്യയാണ് കേരളത്തിൻ്റെ അക്ഷാംശീയ സ്ഥാനം. ഇനി കേരളത്തിൻ്റെ രേഖാംശീയ സ്ഥാനം എത്രയാണ്? കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റും 77 ഡിഗ്രി 37 മിനിറ്റിനും മധ്യയാണ് കേരളത്തിൻ്റെ രേഖാംശീയ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ കേരളത്തിൻ്റെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തികൾ എത്രയാണെന്ന് ചോദിച്ചാൽ അക്ഷാംശീയ വ്യാപ്തി 4 ഡിഗ്രിയാണ്. നമുക്കറിയാം 8 to 12 അല്ലേ, അപ്പോൾ 4 ഡിഗ്രി. അതുപോലെ രേഖാംശീയ വ്യാപ്തി ചോദിക്കുകയെന്ന് പറഞ്ഞാൽ 3 ഡിഗ്രിയുമാണ് വരുന്നത്. കേരളത്തിൻ്റെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തികൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ കേരളത്തിന് എത്ര അയൽ രാജ്യങ്ങളാണുള്ളത്? നമ്മുടെ കേരളത്തിന് രാജ്യങ്ങളല്ല, നമ്മുടെ കേരളത്തിന് എത്ര അയൽ സംസ്ഥാനങ്ങളാണുള്ളത്? നമ്മുടെ കേരളത്തിന് 2 അയൽ സംസ്ഥാനങ്ങളാണുള്ളത് അല്ലേ. തമിഴ്നാടും കർണാടകയുമാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ജനസംഖ്യയിൽ കേരള ജനസംഖ്യ എന്ന് പറയുന്നത് 2.76% നമ്മുടെ ഇന്ത്യൻ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷാനുപാതമുള്ള ജില്ല ചോദിക്കുകയെന്ന് പറഞ്ഞാൽ കണ്ണൂരും ഏറ്റവും കുറവ് സ്ത്രീ പുരുഷാനുപാതമുള്ള ജില്ല ഇടുക്കിയുമാണ്. ഇനി ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഇടുക്കിയുമാണ്. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ 20 കേരളത്തിലെ രാജ്യസഭാ അംഗങ്ങൾ എന്ന് പറയുന്നത് 9 പേരാണ്. ഇനി ലോകസഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങൾ 2. ഏതൊക്കെയാണ്? മാവേലിക്കരയും ആലത്തൂരുമാണ് നമ്മുടെ ലോകസഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ആകെ ജില്ലകൾ 14. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുള്ള ജില്ലകളുടെ എണ്ണം 5 ജില്ലകളായിരുന്നു. ഏതൊക്കെ ജില്ലകളായിരുന്നു കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്നത്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിവയായിരുന്നു കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരളം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതുമായ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് മലബാറാണ്. അങ്ങനെ ഒരു ജില്ല നമ്മുടെ കേരളത്തിലില്ല അല്ലേ. ഇനി ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. അതിനു മുമ്പ് പത്തനംതിട്ടയാണ് 13ാമതായിട്ട് നിലവിൽ വന്ന ജില്ല. അതിനുശേഷമാണ് 14ാമതായി ഏത് നിലവിൽ വന്നത്? നമ്മുടെ കാസർഗോഡ് നിലവിൽ വന്നത്. ഏറ്റവും അധികം ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ്. ഏറ്റവും അധികം ലോഹമണൽ നിക്ഷേപമുള്ള ജില്ല കൊല്ലമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? അത് പത്തനംതിട്ടയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. ഇനി കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ്. കുറഞ്ഞത് വളപട്ടണമാണ്. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ്. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടിയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ്. ഇനി ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലയും വയനാട് തന്നെയാണ്. ഇനി ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല അത് ഇടുക്കിയാണ്. ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? അത് ഇടുക്കി അണക്കെട്ടാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് പറയുന്നത്. ആ ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുറവൻ കുറുത്തി മലനിരകൾക്കിടയിലാണ് ഈ ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്.
അതിൻ്റെ ഉൽപാദന ശേഷി എത്രയാണെന്ന് ചോദിച്ചാൽ 780 മെഗാവാട്ടാണ്. ഇതിൽ നിർമ്മാണത്തിൽ നമ്മുടെ ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡയാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. 1976 ഫെബ്രുവരിയിൽ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപവൽക്കരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതിയാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപവൽക്കരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതികളാണ്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും യോജിപ്പിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപവൽക്കരിച്ചത് 1949 ജൂലൈ 1-നാണ്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപവൽകൃതമായത് 1956 നവംബർ 1-നാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്ന 1956 നവംബർ 1 എന്ന് പറയുന്നത് വ്യാഴാഴ്ചയായിരുന്നു. എപ്പോഴായിരുന്നു? വ്യാഴാഴ്ചയായിരുന്നു. ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ്? NV കൃഷ്ണവാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത്. ഐക്യ കേരള പ്രതിജ്ഞ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? 3ആയി മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാകുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്നതാണ് നമ്മുടെ ഐക്യ കേരള പ്രതിജ്ഞ എന്ന് പറയുന്നത്. അത് തയ്യാറാക്കിയത് NV കൃഷ്ണവാര്യരാണ്. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്ന കൊച്ചി ഭരണാധികാരി ആരാണ്? കേരള വർമ്മ തമ്പുരാനാണ് ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. വംശചരിത്രത്തെയും പ്രാദേശിക ചരിത്രത്തെയും കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതിയാണ് മൂഷകവംശ കാവ്യം എന്ന് പറയുന്നത്. വംശചരിത്രത്തിൻ്റെയും പ്രാദേശിക ചരിത്രത്തിൻ്റെയും കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതി ഏതാണ്? അത് മൂഷക വംശ കാവ്യമാണ്. അവസാന മൂഷക രാജാവായ ശ്രീകണ്ഠന്റെ ഏത് കൊട്ടാരം കവിയാണ് മൂഷക വംശ കാവ്യം രചിച്ചത്? അത് അതുലനാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗാന്ധിനഗർ. കൊച്ചിയിലെ ഗാന്ധിനഗറിലാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള പൊതു അവധികൾ പ്രഖ്യാപിക്കുന്ന വകുപ്പ് ഏതാണ്? പൊതുഭരണ വകുപ്പാണ് പൊതു അവധികൾ പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് രൂപീകൃതമായത് എന്നാണ്? 2017 കേരളത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് രൂപീകൃതമായത്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്നത് പ്രധാനമായും ഏത് പർവ്വത നിരകളിൽ നിന്നാണ്? പശ്ചിമഘട്ടത്തു നിന്നാണ്. പ്രധാനമായിട്ടും എന്ത് നദികൾ ഉത്ഭവിക്കുന്നത്? കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. കേരള സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം എത്ര കിലോമീറ്റർ അധികം നീളമുള്ള ജലപ്രവാഹങ്ങളാണ് നദികളായി കണക്കാക്കുന്നത്? 15 കിലോമീറ്ററിൽ അധികമാണ്. ഇനി കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 44 നമ്മുടെ കേരളത്തിലെ നദികളുടെ എണ്ണം. അതിൽ കിഴക്കോട്ട് ഒഴുകുന്നത് 3 നദികളാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. ബാക്കി 41 നദികളും എവിടേക്കാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. ഇനി ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. അതിൻ്റെ നീളം 16 കിലോമീറ്ററാണ്. അപ്പോൾ നദിയായി കണക്കാക്കുന്നത് എത്ര കിലോമീറ്റർ മുതലുള്ളതാണ്? 15 കിലോമീറ്ററിലധികം നീളമുള്ളവയാണ് എന്തായി കണക്കാക്കുന്നത്? ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത്. അപ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ നദിയായ മഞ്ചേശ്വരം പുഴയ്ക്ക് വെറും 16 കിലോമീറ്റർ മാത്രമാണ് എന്തുള്ളത്? നീളമുള്ളത്. ഇനി നമ്മൾ പെരിയാറിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാലും അത് പെരിയാർ തന്നെയാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാലും പെരിയാർ തന്നെയാണ്. അപ്പോൾ പെരിയാറിനെ കുറിച്ചുള്ള ഈ 3 ഓർത്ത് വയ്ക്കുക. 244 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ്. അതുപോലെ പെരിയാർ പതിക്കുന്നത് ഏത് കായലിലാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് വേമ്പനാട്ട് കായലിലാണ് പെരിയാർ പതിക്കുന്നത്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതും ഈ പെരിയാറിനെ തന്നെയാണ്. പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ് മുതിരപ്പുഴ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം. എത്ര കിലോമീറ്ററാണ്? 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം.
ഈ ഭാരതപ്പുഴയെ നമ്മൾ നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നെല്ലാം അറിയപ്പെടുന്നത് ഭാരതപ്പുഴയെ തന്നെയാണ്. പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത് പേരാർ എന്നാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം എന്ന് പറയുന്നത്. ഇനി ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്രോതസ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആനമലയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്രോതസ് ആനമലയാണ്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദി എന്ന് പറയുന്നത് തിരൂർ നദിയാണ്. ഇനി നമ്മുടെ ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് പേരിട്ടത് എഴുത്തച്ഛനാണ്. ശോകനാശിനി പുഴ എന്ന് ഭാരതപ്പുഴയ്ക്ക് പേരിട്ടത് ആരാണ്? എഴുത്തച്ഛനാണ്. ഇനി നമ്മുടെ കേരളത്തിലെ മൂന്നാമത് നീളം കൂടിയ നദിയും കൂടി അറിഞ്ഞു വയ്ക്കുക. അത് പമ്പാ നദിയാണ്. കേരളത്തിലെ മൂന്നാമത് നീളം കൂടിയ നദി. ഇതിന്റെ ഉത്ഭവം പീരുമേട്ടിലെ പുളച്ചിമലയിൽ നിന്നാണ് പമ്പാ നദിയുടെ ഉത്ഭവം. ശബരിമലയുമായി ബന്ധപ്പെട്ട് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ദക്ഷിണ ഭഗീരഥി എന്ന് വിളിക്കുന്ന നദിയും പമ്പാ നദിയാണ്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഏതാണ്? പമ്പാ നദിയാണ്. അതുപോലെ ദക്ഷിണ ഭഗീരഥി എന്ന് വിളിക്കപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും പമ്പാ നദിയാണ്. ഇനി കേരളത്തിലെ വലിപ്പത്തിൽ 4ാം സ്ഥാനമുള്ള നദി ചാലിയാർ നദിയാണ്. ബേപ്പൂർ നദി എന്നറിയപ്പെടുന്നതും ചാലിയാർ നദി തന്നെയാണ്. മാമാങ്കം നടക്കുന്നത് ഏത് നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്? ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചിട്ടാണ് മാമാങ്കം നടന്നിരുന്നത്. ഇനി മൂവാറ്റുപുഴയാർ, അതെന്താണ്? 3 പുഴകൾ സംഗമിച്ചിട്ടുള്ള നദിയാണ് അല്ലെ മൂവാറ്റുപുഴയാർ എന്ന് പറയുന്നത്. അപ്പം അത് ഏതൊക്കെ നദിയാണ് എന്ന് ചോദിച്ചാൽ കോതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നീ 3 പുഴകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? മൂവാറ്റുപുഴയാർ ഉണ്ടായിട്ടുള്ളത്. ഇനി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴ ഏതാണ്? അത് വളപട്ടണം പുഴയാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴയാണ് വളപട്ടണം പുഴ എന്ന് പറയുന്നത്. അതിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് പഴശ്ശി അണക്കെട്ട്. ഇനി കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? അത് ചന്ദ്രഗിരി പുഴയാണ്. അതിനൊരു ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ തുളുനാടിനും മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾക്കും ഇടയ്ക്കുള്ള പരമ്പരാഗതമായ അതിർത്തിയായി പരിഗണിക്കപ്പെടുന്ന നദിയായിരുന്നു എന്ത്? ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. ഈ ചന്ദ്രഗിരി പുഴയാണ് കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത്. പയസ്വിനി നദി എന്നാണ് ഏതറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ചന്ദ്രഗിരി പുഴ അറിയപ്പെട്ടിരുന്നത്. ഇനി ആറ്റിങ്ങൽ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? അത് വാമനപുരം നദിയാണ് ആറ്റിങ്ങൽ നദി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ പുഴ കുപ്പം പുഴയാണ്. ഏറ്റവും ആഴം കൂടിയ പുഴ എന്ന് പറയുന്നത്. മന്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? അത് കുറ്റ്യാടി പുഴയാണ് മന്ന നദി എന്നറിയപ്പെടുന്നത്. കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദി കുറ്റ്യാടിപ്പുഴയാണ്. ഇനി കർണാടകത്തിലെ ആനേഗുണ്ടി മലയിൽ നിന്ന് ഉത്ഭവിച്ച് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് ശിരിയ നദിയാണ്. കർണാടകത്തിലെ ആനേഗുണ്ടി മലയിൽ നിന്ന് ഉത്ഭവിച്ച് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരിയ നദി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്ഭവ കേന്ദ്രം അഗസ്ത്യാർകൂടമാണ് നെയ്യാർ നദിയുടെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി മയ്യഴിപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മാഹിപ്പുഴ എന്നാണ് മയ്യഴിപ്പുഴ അറിയപ്പെടുന്നത്. പ്രസിദ്ധ വെള്ളച്ചാട്ടങ്ങളായ അതിരപ്പള്ളി, വാഴച്ചാൽ എന്നിവ ഏത് നദിയിലാണ്? അത് ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി, വാഴച്ചാൽ എന്നീ വെള്ളച്ചാട്ടങ്ങളുള്ളത്. കണ്ണൂർ ജില്ലയിലെ കുറ്റിമലയുടെ താഴ്വാരത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? അത് അഞ്ചരക്കണ്ടി പുഴയാണ്. അഞ്ചരക്കണ്ടി പുഴയാണ്. എലത്തൂർ പുഴ എന്നറിയപ്പെടുന്ന നദി കോരപ്പുഴയാണ്. എലത്തൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് കോരപ്പുഴയാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിലെ ഒരു വശം മുഴുവൻ ചുറ്റപ്പെട്ടിരിക്കുന്ന നദിയാണ് മാമമ്പുഴ. ഏതാണ്? മാമമ്പുഴയാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അത് അരിയൂർ നദിയാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അരിയൂർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് എന്താണ്? അത് മഞ്ചേശ്വരം പുഴയാണ്. വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും തെക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് ഏതാണ്? നെയ്യാറാണ് ഏറ്റവും തെക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയുടെ പേര് ചോദിച്ചാൽ അത് ഭവാനി പുഴയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദി എന്ന് പറയുന്നത്.
കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്ന് പറയുന്നത്. 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള എത്ര നദികളുണ്ട് നമ്മുടെ കേരളത്തിൽ? 11 നദികളാണുള്ളത്. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദിയുടെ പേര് ചോദിച്ചു പറഞ്ഞാൽ ഏതാണ്? സൈലന്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി എന്ന് പറയുന്നത്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? അത് ചന്ദ്രഗിരി പുഴയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദി എന്ന് പറയുന്നത്. ഇനി മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടറ എന്നിവയാണ് മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ. പൊറ്റേക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരുവഴിഞ്ഞിപ്പുഴയാണ്. ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ കാലടി ഏത് നദിയുടെ തീരത്താണ്? അത് പെരിയാറിന്റെ തീരത്താണ്. ഇനി നമ്മുടെ കേരളത്തിന്റെ നെയിൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് നമ്മുടെ ഭാരതപ്പുഴയാണ്. മുല്ലപ്പെരിയാർ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന കാലത്ത് കപില എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? അത് കബനി നദിയാണ്. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? EP രാജഗോപാലാണ് 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത്. ഇനി കേരളത്തിൻ്റെ സേവന അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2012 നവംബർ 1-നാണ് കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്. ഇനി കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 10 കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറിയാണ്. ഇനി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1956-നാണ്. ആദ്യ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-നാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റിനാണ്. ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ചക്കയാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം ഏതാണ്? ജനമൈത്രി സുരക്ഷയാണ്. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരിയിൽ നിന്നാണ്. കൈറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യ പഞ്ചായത്ത്. മലയാളം മിഷൻ വഴി നടപ്പിലാക്കുന്ന 10ാം തരം തുല്യതാ സർട്ടിഫിക്കറ്റ് പരിപാടി ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. സർക്കാർ ഉടമസ്ഥതയിൽ കേരളത്തിൽ നിലവിൽ വന്ന രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സംവിധാനം ഏതാണ്? കേരള സഫാരിയാണ്. കേരളത്തിലെ നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയിട്ടുള്ളത്? അയ്യങ്കാളിയുടേതാണ്. കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? ബോധീശ്വരനാണ്. കൊച്ചി മുസിരിസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കലാപ്രദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി, ഇടുക്കി. ഇനി കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം, കണ്ണൂരാണ്. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ, കോഴിക്കോട്. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടിയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏതാണ്? കോട്ടയമാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണവും കോട്ടയമാണ്. പുകയില വിമുക്ത ജില്ല കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണവും കോട്ടയമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ സമ്പൂർണ്ണ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് ഏതാണ്? നെടുമ്പാശ്ശേരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം കുമ്പളങ്ങിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിച്ചത് എറണാകുളത്ത് ഐരാപുരത്താണ്. കായിക കേരളത്തിൻ്റെ പിതാവ് ആരാണ്? GV രാജയാണ്. കേരളത്തിന് സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 13 ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ കേരളീയ താരം ആരാണ്? KM ബീനാമോളാണ്.
ഖേൽ രത്ന നേടിയ രണ്ടാമത്തെയും മൂന്നാമത്തെ കേരള കായിക താരങ്ങൾ അഞ്ജു ബോബി ജോർജും PR ശ്രീജേഷുമാണ്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ മാനുവൽ ഫെഡറിക്കും ഒളിമ്പിക് മെഡൽ നേടിയ രണ്ടാമത്തെ കേരളീയൻ PR ശ്രീജേഷുമാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം ഏതാണ്? അത് കൊച്ചിയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം തുരുത്തിക്കര എറണാകുളമാണ്. എറണാകുളത്തെ തുരുത്തിക്കരയാണ്. ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് രഹിത പഞ്ചായത്ത് ഏതാണ്? കാസർഗോഡിലെ പീലിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷര ഗ്രാമം തയ്യൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് വരവൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത പഞ്ചായത്ത് ചെറിയനാടാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയ ആദ്യ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുടയാണ്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാടാണ്. ഇനി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പെരുമാട്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജായി പ്രഖ്യാപിക്കപ്പെട്ടത് കൽപ്പാത്തി അഗ്രഹാരമാണ്. സാമ്പത്തിക സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് മങ്കര പഞ്ചായത്താണ്. അക്ഷയ പദ്ധതിക്ക് തുടക്കമിട്ട ജില്ല മലപ്പുറമാണ്. അക്ഷയ കേന്ദ്രം ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് മലപ്പുറത്തെ പള്ളിക്കലാണ്. കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ലയും മലപ്പുറം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ മുനിസിപ്പാലിറ്റിയും മലപ്പുറം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം കോഴിക്കോടിലെ ചെറുകുളത്തൂരാണ്. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഇരിങ്ങലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന ഗ്രാമം ഏതാണ്? അത് ചെറുകുളത്തൂർ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമവും അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന ഗ്രാമവും ചെറുകുളത്തൂരാണ്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? വയനാടാണ്. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് വയനാട്ടിലെ അമ്പലവയൽ. ജൈവ വൈവിധ്യ സെൻസസ് നടത്തിയ ആദ്യത്തെ പഞ്ചായത്ത് എടവകയാണ്. ഭൂരഹിതർ ഇല്ലാത്ത ആദ്യത്തെ ജില്ല കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് മടിക്കൈയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് എവിടെയാണ്? പാലോടാണ് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടും അല്ലാതെ പോയിന്റ് ബേസ് ആയിട്ടും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീണ്ടും ഇതുപോലെയുള്ള പുതിയ ക്ലാസ്സുമായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.